നമ്മുടെ സജന താത്ത BMW കാർ വാങ്ങിയ കഥ നിങ്ങൾക്ക് അറിയോ? ചതിയുടെയും ക്രൂരതയുടെയും ഒരു കഥയാണത്. കഴിഞ്ഞ ദിവസം എന്തോ ഒരു അവാർഡ് ഫംഗ്ഷന് ഈ BMW കാറിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ടാണ് സജന വന്നത്. അത് കണ്ടപ്പോ രണ്ട് വർത്താനം പറയണമെന്ന് തോന്നി. പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു പാവം യൂസ്ഡ് കാർ ഡീലറെ മുഴുവൻ പണം കൊടുക്കാതെ പറ്റിച്ചിട്ടാണ് ഇവൾ ഈ കാറും കൊണ്ട് നടക്കുന്നത്. പണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ ചങ്ങായിന് ഇവളും ഇവളുടെ പഴയ കാമുകനായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയും കൂടി കള്ള കേസിൽ കുടുക്കി ജയിലിലിടുകയും ചെയ്തു. ഈ സംഭവം കുറച്ചു പേർക്ക് അറിയുന്നുണ്ടാകും. കാരണം റസൂൽ പൂക്കുട്ടിയും മൊത്തമുള്ള ഇവളുടെ അവിഹിത കഥകൾ കത്തി നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി കാർ കച്ചവടക്കാരനെ പറ്റിച്ച കാര്യവും അന്ന് കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ചൂടേറിയ അവിഹിത കഥകൾക്കിടയിൽ ഈ സംഭവം അന്ന് മുങ്ങിപ്പോയി. പക്ഷെ എല്ലാറ്റിനും ഒരു സമയം ഉണ്ടല്ലോ. ഇത് വീണ്ടും കുത്തിപ്പൊങ്ങാൻ സജനത്താത്തന് ഒരു അവസരം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തോ ഒരു അവാർഡ് പരിപാടിയിലേക്ക് ഈ BMW ഓടിച്ചിട്ടാണ് സജന വന്നതെന്ന്. വന്നു മാത്രമല്ല, കാറിൽ ഇരുന്നൊരു ഫുൾ ഷോ. അതിലൊരു വീഡിയോ വൈറലായി. സജനയ്ക്ക് ഈ കാർ വിറ്റ് ചെറുപ്പക്കാരൻ ആ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കാർ വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങുന്നത്. നമുക്ക് എന്തായാലും വൈറലായ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ റീസെന്റിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ സിസ്റ്ററൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നു. അപ്പം എനിക്ക് ആഗ്രഹമായിരുന്നു, അയ്യോ ഞാൻ എന്താ ഇത്രയും പെട്ടെന്ന് പഠിക്കാത്തതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടൊക്കെ ഓടിക്കുന്നു. അതെ അതെ അതെ, ആളെ പറ്റിച്ച് വാങ്ങിയ വണ്ടിയല്ലേ, അപ്പൊ നല്ല സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടാവും. മുഴുവൻ പൈസയും കൊടുക്കാതെ ഒരാളെ പറ്റിച്ച് വാങ്ങിയ കാറിൽ ഞെളിഞ്ഞിരിക്കാൻ ഉളുപ്പുണ്ടോ സജന നിനക്ക്? ബാക്കി പറഞ്ഞു. ഏത് വണ്ടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം കുഞ്ഞിലെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് സഡാൻ മോഡലും ഇഷ്ടമാണ്, SUV മോഡലും ഇഷ്ടമാണ്. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ്. ഓൾഡ് ഒരു മാഷാ അല്ലാഹ് എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ഈ മാഷാ അല്ലാഹ് പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണെന്ന് ഇവൾക്ക് അറിയോ? ഒരാളെ പറ്റിച്ച് വാങ്ങിയ വണ്ടിയിൽ ഇരുന്നിട്ട് ഓൾഡ് ഒരു മാഷാ അല്ലാഹ്. ബാക്കി പറഞ്ഞാലും എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിൽ ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാഷാ അല്ലാഹ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഞാൻ. ചേച്ചിക്ക് അടുത്തത് ഒരു സെഡാൻ എടുക്കണം പോലും. ആദ്യം ഇപ്പൊ ഞെളിഞ്ഞിരിക്കുന്ന ആ വണ്ടിയുടെ മുഴുവൻ പൈസയെങ്കിലും കൊടുത്തു തീർക്ക് വേണ്ടേ, എന്നിട്ട് പോരെ സെഡാനൊക്കെ. എങ്ങനെ സാധിക്കുന്നടേ? എന്തായാലും ഈ വീഡിയോക്ക് താഴെയാണ് സജിനക്ക് BMW വിറ്റ കച്ചവടക്കാരൻ കമന്റ് ചെയ്തത്. നമുക്ക് ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിന് ഫുൾ ക്യാഷ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടുമില്ല. ആർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും വാഹനം അവരുടെ പേരിലല്ല എന്ന്. ആ വാഹനം സന്തോഷത്തോടു കൂടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബാക്കിയുള്ള ക്യാഷ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. എന്റെ ശാപമുള്ള വാഹനമാണത്. എനിക്ക് ക്യാഷ് തരാതെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണത്. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണത്. അതിന് മുഴുവനും പണം തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ പോരെ? ഓക്കെ, അൻവർ എന്ന് പറയുന്ന ആളാണ് ഈ കമന്റ് ഇട്ടിട്ടുള്ളത്. ഇയാളാണ് 8 മാസം മുമ്പ് ഈ കാർ സജിനക്ക് വിറ്റത്. ഇയാളുടെ ജീവിതത്തിൽ ഏറ്റവും മോശം തീരുമാനങ്ങളിൽ ഒന്നായിരുന്നത്. കാരണം സജിനയും പൂക്കുട്ടിയും കൂടി ഈ അൻവറിനോട് ചില്ലറ ദ്രോഹവും ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. 1.5 ലക്ഷം രൂപ എങ്ങാണ്ടും സജിന ഇയാൾക്ക് ഇനിയും കൊടുക്കാനുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം, യൂസ്ഡ് കാറാണ്. ഒരു 50,000 രൂപ ലാഭത്തിലൊക്കെ ആയിരിക്കും ഇയാൾ സജിനക്ക് കാർ വിറ്റിട്ടുണ്ടാവുക. അങ്ങനെയുള്ളപ്പോഴാണ് 1.5 ലക്ഷം രൂപ സജിന കൊടുക്കാതിരുന്നത്. അതായത് കാർ ഓണർക്ക് ഈ കച്ചവടത്തിലൂടെ വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പൈസ കിട്ടുമെന്ന് കരുതി കുറെ ദിവസം ഇയാൾ കാത്തിരുന്നു. പക്ഷെ സജിനുള്ള ആള് ഉടായ്പിന് കൈയും കാലും വെച്ച പെണ്ണല്ലേ, ഇവള് പൈസ കൊടുത്തില്ല. അങ്ങനെ ഗതികെട്ട അൻവർ എന്താക്കി, സജിന താമസിച്ചുകൊണ്ടിരുന്ന ഫ്ളാറ്റിൽ പോയിട്ട് അവരറിയാതെ കാർ എടുത്തോണ്ട് പോകുന്നു. പൈസ മുഴുവനും തന്നാൽ കാർ തിരിച്ചു തരാമെന്നും പറഞ്ഞു. പക്ഷെ സജിനയും പൂക്കുട്ടിയും കൂടി ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല, കാർ മോഷ്ടിച്ച് കൊണ്ടുപോയി എന്നും പറഞ്ഞായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ ആയിരുന്നു. പക്ഷെ സജിനയും പൂക്കുട്ടിയും കൂടി ഒരു നാറിയ കളി കളിച്ചു. കാറിൽ 6.5 പവൻ സ്വർണം ഉണ്ടായിരുന്നു എന്നും ആ സ്വർണം അൻവർ മോഷ്ടിച്ചു എന്നും കള്ളക്കേസ് കൊടുത്തു. പൂക്കുട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവര് സെറ്റാക്കിയത്. അൻവർ അതോടെ പെട്ടു. കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. കള്ളൻ എന്ന പേരും വന്നു. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാനനഷ്ടവും ധനനഷ്ടവും ഒരുമിച്ച് വന്ന അവസ്ഥ. 1.5 ലക്ഷം രൂപയുടെ കേസേ ഉണ്ടായിരുന്നുള്ളൂ. പൂക്കുട്ടി വിചാരിച്ചാൽ പുഷ്പം പോലെ കൊടുക്കാവുന്ന എമൗണ്ട് അല്ലേ ഉള്ളൂ. പക്ഷെ പൂക്കുട്ടിയും സജിനയും കൂടി അഹമ്മതി കാണിച്ചു, അഹങ്കാരം കാണിച്ചു. അതിനുള്ളത് അവർക്ക് കിട്ടിയല്ലോ. കർമ്മ എന്ന് പറയുന്ന സാധനം 10 ഇരട്ടി ശക്തിയോടെ തിരിച്ചടിച്ചില്ലേ. ഈ കാർ കച്ചവടക്കാരനെ കള്ള കേസിൽ കുടുങ്ങിയതിന് ശേഷമാണ് സജിനയുടെയും പൂക്കുട്ടിയുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ ഇവര് തമ്മിലുള്ള അവിഹിത ബന്ധം അടക്കം ലോകം മുഴുവനും അറിഞ്ഞു. രണ്ടുപേരും ആകെ 4 പണ്ടാറടങ്ങിയില്ലേ. നിരപരാധിയായിട്ടുള്ള ഒരാളുടെ ജീവിതം വെച്ച് കളിച്ചതിന് ഒട്ടും വൈകാതെ തന്നെ 2 എണ്ണത്തിന് നല്ല പണി കിട്ടി. അതോടെ പൂക്കുട്ടി ഒതുങ്ങി. പക്ഷെ സജിനയെ അറിയാലോ, ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണലായി കൊണ്ട് നടക്കുന്ന ടീമാണ്. ഒരു ഉളുപ്പില്ലാതെ ഇപ്പോഴും അവാർഡ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നടക്കാണ് നമ്മുടെ സജിന താത്ത. ഇനി പറഞ്ഞു വെച്ചിട്ടാണ് അല്ല, നമ്മുടെ മുകേഷ് ഏട്ടനല്ലത്.
നല്ലോണം സൂക്ഷിച്ചോളൂ മുകേഷ് ഏട്ടൻ. സംഭവം നിങ്ങൾക്ക് കുറെ പെണ്ണുങ്ങളെ കൊണ്ട് നടന്ന പരിചയ സമ്പത്തൊക്കെ ഉണ്ടാവും, നിങ്ങൾ വലിയ കില്ലാടിയൊക്കെ ആവും. പക്ഷെ കൂടെ നടക്കുന്നത് സജനത്താത്തയാണ്. നിങ്ങളെ ട്രൗസർ കീറി വിടും. കോടികൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം അടുത്താൽ മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അതെന്തായാലും നന്നായി. ആ ചേച്ചി കറക്റ്റ് സമയത്ത് കയറി ഇടപെട്ടതുകൊണ്ട് മുകേഷ് ഏട്ടൻ കഴിച്ചിലായി. തലനാരയൊക്കെയാണ് രക്ഷപ്പെട്ടത്. സജനത്താൻ അധികം അടുപ്പിക്കാൻ പറ്റില്ല എന്ന് ചേച്ചിക്ക് നല്ലോണം മനസ്സിലായിക്കുന്നത്. അതാണ് ചെരുപ്പെടുത്ത് ഓടിച്ചത്. ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എല്ലാവർക്കും വേണ്ടി നമ്മുടെ ചേച്ചി അത് ചെയ്തു. താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് നല്ലത് വരട്ടെ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. പക്ഷെ കൂടെ നിന്ന് പലരും ഒരു പോയിന്റിൽ കൈവിട്ടിരുന്നല്ലോ. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് ചിലപ്പോൾ അവരെ അകത്തിയതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു. അങ്ങനെ അതും ദൈവത്തിന്റെ തലയിലായി. ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവോ? ബാക്കി പറഞ്ഞാലും. വലിയ വെല്ലുവിളികളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു സജനയ്ക്ക് നേരെ. വിളിക്കട്ടെ എനിക്ക് തോന്നുന്നു നല്ലതാന്ന് തോന്നുന്നു. നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ച് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. റീച്ചിലോട്ട് അതെ അതെ, എന്നെ അറിയാത്ത ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണലായി കൊണ്ട് നടക്കും നമ്മുടെ സജനത്താത്ത. നാറ്റക്കഥകൾ ലോകം മുഴുവൻ അറിഞ്ഞാലും കുഴപ്പമില്ല, റീച്ച് കിട്ടിയില്ലേ. പണ്ടത്തെക്കാളും ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. താത്തക്ക് അത് മതി, താത്ത ഹാപ്പിയാണ്. ഇജാതി തൊലിക്കട്ടിഷ്ട. ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇനിയും ഒരു 100 അവീത കഥകൾ പുറത്തു വന്നാലും സജനത്താത്ത ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കും. റീച്ച് ഉണ്ടല്ലോ, താത്തക്ക് അത് മതി പറഞ്ഞു തുടങ്ങി. പക്ഷെ അവരെല്ലാരും ഓടി വന്നിട്ട് അത് ഒരിക്കലും എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാരും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മോളെ അങ്ങനെയല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ആര് സപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്? ഇജാതി ബിടല് സജന. ഒരൊറ്റ മനുഷ്യൻ പോലും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവരുടെ തനി നിറം മനസ്സിലായതോടെ എല്ലാരും കൂടി ഊക്കി പൊടിച്ച് വിട്ടതാണ് ഇവരെ. എന്നിട്ട് ഓടി വന്ന് സപ്പോർട്ട് ചെയ്തു പോലും. ഓടി വന്ന് മോന്തൊക്കെ ഒന്ന് തെന്നെന്ന് പറഞ്ഞ പിന്നെയും വിശ്വസിക്കായിരുന്നു. സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു വരല്ലെത്താത്ത ആൾക്കാർ മണ്ടന്മാരൊന്നല്ല. ഇത് നിങ്ങളുടെ സ്വപ്നം വല്ലതും കണ്ടതാവും. ഇഷ്ടപ്പെടുന്നവരോട് എന്താ പറയാനുള്ളത്? അയ്യോ, ഞാനത് പറഞ്ഞ അവരുടെ ആ ഒരു പ്രോത്സാഹനം, നമ്മൾക്കുള്ള ഒരു സ്നേഹമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നത്. ചിലവര് പറയും ഇത്രയും വീണിട്ടും ഞാനിങ്ങനെ നിൽക്കാൻ കാരണം അവരുടെ സ്നേഹം തന്നെയാണ്. ഇതിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ നെഗറ്റീവ് ആണെങ്കിൽ ഒരു കൂട്ടം അതിന്റെ ഇരട്ടി നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നത് ഒലക്കാണ്. ആൾക്കാരുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ് പോലും ഇപ്പൊ ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. താത്ത ഏതോ പാരലൽ യൂണിവേഴ്സിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങളുടെ തൊലിക്കട്ടി കൊണ്ട് മാത്രമാണ് സ്ത്രീയെ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. കാണ്ടാമൃഗം പോലും തോറ്റുപോകും. വേറെ ആരാണെങ്കിലും ഇങ്ങനെ വന്ന് ഇളിച്ചോണ്ട് നിൽക്കാനൊന്നും മടിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ മടിയില്ല. അതാണ് കാരണം. ഒരു മനുഷ്യൻ അതിപ്പതിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ആ പരിധി കഴിഞ്ഞാൽ ഇനി എന്തേലാവട്ടെ എന്നുള്ളൊരു ചിന്ത വരും. എന്തായാലും നാറി. ഇനിയിപ്പോ നാറാനൊന്നും ബാക്കിയില്ല. ആ ഒരു മൈൻഡിലാണ് സജന ഇപ്പൊ ഇറങ്ങി നടക്കുന്നത്. അല്ലാണ്ട് ആൾക്കാരുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളത് കൊണ്ടൊന്നല്ല. അത് സജനത്താത്തക്ക് തന്നെ ശരിക്കും അറിയാം. എന്നാലും എന്തേലും പറയണ്ടല്ലേ സജനത്താത്ത. ബാക്കി പറഞ്ഞാലോ. അതിനെ കുറെ നെഗറ്റീവുകളൊക്കെ ഈ അടുത്തായിട്ട് വന്നിരുന്നല്ലോ. അതിനെയൊക്കെ മാറ്റി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അന്നത്തെ ഈ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു? എന്റെ കൂടെ നിന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഉണ്ടല്ലേ അമ്മമാര്, അങ്ങനെ കുറെ നല്ല ആൾക്കാരുണ്ട്. അവരുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അത് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കാൻ കാരണം. ആ ഒരു സമയത്തുണ്ടായ സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അഫ്കോഴ്സ് അതല്ല, ഒരു നെഗറ്റീവ് കമന്റ് ചെറുത് വരുമ്പോ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഉറപ്പായിട്ടും ഞാനത് ഭയങ്കര ഒരു സത്യം പറഞ്ഞ ഇവരെല്ലാരും ആയിരുന്നു എന്റെ കൂടെ. തീർച്ചയായിട്ടും അത് അറിയാവുന്നവർക്ക് അറിയാമല്ലോ, കാരണം എന്താണെന്നുള്ളത്. പക്ഷെ വന്നു, എല്ലാം അനുഭവിക്കണമല്ലോ. ഞാൻ അതിനകത്തൊന്നും ഇങ്ങനെ ഉയർത്തെഴുന്നേച്ചു. ഉയർത്തെഴുന്നേൽക്കാൻ നീ ആര്? യേശു ക്രിസ്തു. ഒന്ന് പോ സജന. തീട്ടക്കുഴിന്ന് എണീറ്റ് വന്നു. അങ്ങനെ മതി. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നാറ്റം ഇപ്പോഴും മാറിയിട്ടില്ല, അത് മറക്കണ്ട. ബാക്കി പറഞ്ഞാലോ. എന്താ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പം കടലിൽ ഒരു അവാർഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. ബാക്കി സ്റ്റേഷനിൽ അവിടെ ചെന്നിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ഏഷ്യാനെറ്റിന്റെ ബെസ്റ്റ് നെഗറ്റീവ് ക്യാരക്ടറിന്റെ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം അടുത്ത അവാർഡിന് വേണ്ടി വന്നേക്കുക.
ഇവൾക്കൊക്കെ ആരാണോ എന്തോ അവാർഡൊക്കെ കൊടുക്കുന്നത്? ഇത്രയും ഗതികെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും ഏഷ്യാനെറ്റ് കറക്റ്റ് അവാർഡ് തന്നെയാണ് കൊടുത്തത്, ഏറ്റവും വലിയ നെഗറ്റീവ് ക്യാരക്ടറിനുള്ള അവാർഡ്. അതെന്തായാലും സജനക്ക് നന്നായി ചേരും. ഇത്രയും നെഗറ്റീവ് ഉള്ള ഒരാൾ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇനിയെങ്കിലും ആ കാറുകാരന്റെ പൈസ മുഴുവനും കൊടുക്കുക സജന, എന്നിട്ട് ഞെളിഞ്ഞിരുന്ന് യാത്ര ചെയ്യാൻ നോക്കും. ഇങ്ങനെ അടിമുടി ഉടായ്പാവാൻ നിൽക്കല്ലേ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.